വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു, ക്ലാസ് എന്താണെന്ന് പഠിച്ചു. ഇനി അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫീച്ചറാണ് അല്ലെങ്കിൽ കൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ആ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് താഴത്തുള്ള എക്സാമ്പിളിലേക്കൊന്ന് പോകാം. എക്സാമ്പിൾ ഓഫ് എ ടെലിവിഷൻ വിച്ച് വി ക്യാൻ ടേൺ ഓൺ ആൻഡ് ഓഫ്, ചേഞ്ച് ദ ചാനൽസ്, അഡ്ജസ്റ്റ് ദ വോളിയം ആൻഡ് ആഡ് ദ എക്സ്റ്റേണൽ കോമ്പണൻസ് such as speaker, VCR, DVD players. But we do not know about its internal details. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു ആ ടി വിയുടെ കാര്യങ്ങളിൽ നമുക്ക് പുറത്ത് നിന്ന് കാണുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്കറിയാമല്ലോ. സ്വിച്ച് ഓൺ ചെയ്താൽ ഓൺ ആവുന്നു, ഓഫ് ആക്കിയാൽ ഓഫ് ആവുന്നു, വോളിയം കൂട്ടാൻ നമുക്കറിയാം. അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഇൻറ്റേർണൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിക്ചർ വരുന്നു, അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് വരുന്നു, അതിൻ്റെ അകത്തുള്ള ഷോസ് വരുന്നു, എല്ലാം കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ ഇൻറ്റേർണലി എന്താ നടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും സാധാരണക്കാരന് ഇല്ല. നമ്മളൊരു വ്യൂവറായിട്ട് കാണുമ്പോൾ അത് ജസ്റ്റ് വ്യൂ ചെയ്യുന്നു, ഓണാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഷോസ് വരുന്നു എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെയാണ് ഇവിടെ നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിലൂടെ പറയാൻ പോകുന്നത്. Abstraction refers to displaying essential features by hiding other details. അതർ ഡീറ്റെയിൽസ് മുഴുവൻ ഹൈഡ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചറിനെ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ഈ ഒരു കൺസെപ്റ്റാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ സെപ്പറേറ്റ്സ് ഇൻ്റർഫേസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ഡാറ്റ സെക്യൂരിറ്റി. ഡാറ്റ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ആണ് ആ ഡാറ്റ അബ്സ്ട്രാക്ഷൻ്റെ ഒരു കാര്യത്തിൽ പറയുന്ന കാര്യം. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിളിനെ വിട്ട് നമുക്ക് വേറെയും എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ATM സെൻറ്റർ, ATMസിൽ കാർഡ് ഇട്ടാൽ പൈസ വരുന്നു എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഹൈഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ കൺസെപ്റ്റിൽ നമുക്കത് പറയാം, ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്. അതായത് നമുക്ക് അയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആരെയാണ്, മെമ്പർ ഫംഗ്ഷൻസിനെ മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റും. പബ്ലിക്കിൽ എഴുതിയിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻസിനെ മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഡാറ്റകളെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആ മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ആ ഒരു ഡാറ്റ സെക്യൂരിറ്റി തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കൺസെപ്റ്റാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ആ ഒരു ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. ഡാറ്റ അബ്സ്ട്രാക്ഷൻ റെഫേഴ്സ് ടു ഡിസ്പ്ലേയിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ബൈ ഹൈഡിങ് അതർ ഡീറ്റെയിൽസ്. ഡാറ്റ എൻക്യാപ്സുലേഷൻ അടുത്ത കൺസെപ്റ്റാണ്. അപ്പോൾ ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ബൈൻഡ് ഡാറ്റ ആൻഡ് ഫങ്ഷൻ ടുഗദർ ആൻഡ് കീപ് ദം സേഫ്. അതായത് നമുക്കറിയാം, നമ്മളൊരു ക്ലാസ് കൺസെപ്റ്റ് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് പബ്ലിക്കായിട്ട് നമ്മൾ മെമ്പർ ഫംഗ്ഷൻസിന് എഴുതിയിട്ടുണ്ടാകും, പ്രൈവറ്റായിട്ട് മെമ്പേഴ്സിന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു പറഞ്ഞിട്ടുള്ള ഈ മെമ്പേഴ്സിനെയും മെമ്പർ ഫംഗ്ഷൻസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് വഴി മാത്രമാണ് ആക്സസ് ചെയ്യുന്നത്. ഇങ്ങനെ ഡാറ്റയെയും ഫംഗ്ഷനെയും ബൈൻഡ് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ എൻക്യാപ്സുലേഷൻ ഈസ് എൻ OOPS concept that bind together data and function that manipulate the data and keep both the data and function safe from outside ഇൻ്റർഫറൻസിൽ നിന്ന്, ഔട്ട്സൈഡിൽ നിന്നുള്ള ആൾക്കാർ വെറുതെ മിസ്യൂസ് ചെയ്ത് ഒരു ഇതിനും എന്ത് സംഭവിക്കില്ല, നമ്മുടെ ഇങ്ങനെയുള്ള ഡാറ്റയും ഫംഗ്ഷൻസിനും പറ്റുകയില്ല. കാരണം അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ആ ഒബ്ജക്റ്റ് വഴി മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻറ്റ് ക്ലാസ് ഓഫ് അവർ സ്കൂൾ സോഫ്റ്റ്വെയറിലുള്ള സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്ത് മാർക്ക്, രജിസ്റ്റർ നമ്പർ, നെയിമൊക്കെ ഉണ്ട്, ഫീസ് കാര്യങ്ങളൊക്കെ മെമ്പർ ആയിട്ടുണ്ട്. ദിസ് മീൻസ് ദാറ്റ് ദേ ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി ബൈ ദ മെമ്പർ ഫംഗ്ഷൻസ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ക്ലാസ്. സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂ, നോട്ട് ബൈ എനി അതർ പാർട്ട് ഓഫ് അവർ പ്രോഗ്രാമിൻ്റെ അകത്തുള്ള മറ്റു പാർട്ടിൽ നിന്നൊന്നും തന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഹിയർ ഡാറ്റ ഈസ് ഹിഡൻ ആൻഡ് എൻക്യാപ്സുലേറ്റഡ് ഇംഗ്ലീഷൻ ഈസ് അച്ചീവ്ഡ്. അതായത് ഡാറ്റ സെക്യൂരിറ്റി ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ബൈൻഡ് ദ ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ ടുഗദർ ആൻഡ് കീപ് ദം സേഫ് എന്നുള്ളതാണ് എൻക്യാപ്സുലേഷൻ. അടുത്ത കൺസെപ്റ്റാണ് മോഡുലാരിറ്റി. മോഡുലാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബേസിക് കൺസെപ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. മോഡുലാരിറ്റി ഈസ് എ കൺസെപ്റ്റ് ത്രൂ വിച്ച് എ പ്രോഗ്രാം ഈസ് പാർട്ടീഷൻ ടു മോഡ്യൂൾ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആൻഡ് റിട്ടൺ ഓൺ ദെയർ ഓൺ വിത്ത് നോ കൺസിഡറേഷൻ ഓഫ് എനി അതർ മോഡ്യൂൾ. അതായത് നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അതിനെ മോഡ്യൂളുകളാക്കി മാറ്റുന്നു. ഈ മോഡ്യൂളുകളെല്ലാം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് മറ്റൊന്നിനെ
മറ്റൊന്നിലേക്ക് വേണ്ട ഡാറ്റ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മെസ്സേജ് പാസിങ്ങിലൂടെയാണ് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഡാറ്റ പാസിംഗ് നടക്കുക എന്ന് പറഞ്ഞു. ദീസ് മോഡ്യൂൾസ് ആർ ലേറ്റർ ലിങ്ക് ടുഗദർ ടു ബൈൻഡ് ദ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ. അവസാനം നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ മെയിൻ സോഫ്റ്റ്വെയറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൽ സ്റ്റുഡൻസ് ഡാറ്റ ഉണ്ടാവും, ടീച്ചേഴ്സ് ഡാറ്റ ഉണ്ടാവും, മറ്റ് ഡാറ്റകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം വേറെ വേറെ മോഡ്യൂളുകളായിട്ടാണ് ആദ്യം തിരിക്കുന്നത്. എന്നതിന് ശേഷം അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് നമുക്ക് ഇത് തന്നെ എടുക്കാം അല്ലേ, സ്കൂൾ സോഫ്റ്റ്വെയർ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മളവിടെ ആ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ആ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കുറേ ഗ്രൂപ്പുകളാക്കി തരംതിരിക്കും. ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരാൾക്ക്, അതിൻ്റെ പബ്ലിസിറ്റി മറ്റൊരാൾക്ക്, ഫുഡ് മറ്റൊരു സെക്ഷൻ, അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനാക്കി മാറ്റും. ആ ഓരോ മൊഡ്യൂളുകൾക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ആ മൊഡ്യൂളുകളുടെ ഡ്യൂട്ടി അത് ചെയ്യും. ഇനി അഥവാ മറ്റൊരു മൊഡ്യൂളുമായിട്ട് അതിനെന്തെങ്കിലും കമ്പാരിസൺ അല്ലെങ്കിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് പാസിങ്ങിലൂടെ ആ കമ്മ്യൂണിക്കേഷൻ നടത്തും. പക്ഷേ മെയിൻ റോൾ എന്ന് പറയുന്ന ആ മൊഡ്യൂളിന് തന്നെയാണ്. ആ മൊഡ്യൂളുകളെ എല്ലാം കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു യൂത്ത് ഫെസ്റ്റിൽ കംപ്ലീഷൻ നടത്തുന്നത്. അപ്പോൾ ഇതാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മോഡുലാരിറ്റി ഈസ് ദ കൺസെപ്റ്റ് ത്രൂ വിച്ച് ദ പ്രോഗ്രാം ഈസ് പാർട്ടീഷൻ ടു മോഡ്യൂൾ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആൻഡ് റിട്ടൺ ഓൺ ദെയർ ഓൺ വിത്ത് നോ കൺസിഡറേഷൻ ഓഫ് എനി അതർ മോഡ്യൂൾസ്. ഇൻഹെറിറ്റൻസ്, ഈ വേർഡ് നമുക്ക് പരിചിതമാണ്, ഇൻഹെറിറ്റൻസ് അല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് ആദ്യം ഈ ക്ലാസ് കൺസെപ്റ്റിലൂടെ നമുക്ക് നോക്കാം. ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്റ്റ് ഓഫ് വൺ ക്ലാസ്, ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ്, അക്വയർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷണാലിറ്റീസ് ഓഫ് അനദർ ക്ലാസ്, വേറൊരു ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷണാലിറ്റീസും അക്വയർ ചെയ്യുക. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്നാണ് നമ്മുടെ ഫീച്ചേഴ്സുകൾ നമ്മളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെത്തുന്നത്, ആ പാരൻറ്റിലേക്ക് എത്തുന്നത്. നമ്മുടെ പാരൻറ്റിൽ നിന്നാണ് നമ്മളിലേക്ക് അത് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കുക, നമുക്കത് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് നമ്മുടെ പാരൻസിലേക്ക് എത്തും, പാരൻസിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നു. ഈ ഒരു ഫീച്ചറാണ്, ഇങ്ങനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നുണ്ട്, വെഹിക്കിൾസ്. ആ വെഹിക്കിൾസിനെ നമ്മൾ രണ്ടായിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ലാൻഡ് വെഹിക്കിൾസും വാട്ടർ വെഹിക്കിൾസും. പക്ഷേ ആ ലാൻഡ് ആണെങ്കിലും വാട്ടർ വെഹിക്കിൾ ആണെങ്കിലും അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, വെഹിക്കിൾ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് തന്നെയാണ്. അതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് ലാൻഡ് വെഹിക്കിളും വാട്ടർ വെഹിക്കിൾസും എത്തുന്നത്. ഇനി ലാൻഡ് വെഹിക്കിൾസിനെ നമുക്ക് വീണ്ടും ഇൻഹെറിറ്റ് ചെയ്ത് പോവുകയാണ്. കാറ്, ട്രക്ക്, മറ്റ് ഹോവർ ക്രാഫ്റ്റുകൾ, പിന്നെ വാട്ടർ വെഹിക്കിൾസിനെ പിന്നെ നമ്മൾ ബോട്ട്, ഷിപ്പ്, മറ്റു ഇതായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരു ഇതിലേക്ക് വീണ്ടും ഇൻഹെറിറ്റ് ചെയ്ത് മറ്റൊരു ഗ്രൂപ്പിലേക്ക് എത്തി. ഇനി കാർ എന്ന് പറയുന്നതിനെ വീണ്ടും ഇൻഹെറിറ്റ് ചെയ്ത് നമ്മളതിൻ്റെ ഓരോ കമ്പനി അനുസരിച്ചും വ്യത്യാസപ്പെടുത്താം അല്ലേ, BMW, Audi എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വീണ്ടും ഇൻഹെറിറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എത്ര ക്ലാസ്സസിനെ വേണമെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൻ്റെ അകത്ത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൻ്റെ അകത്ത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് സാധ്യമാവും എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. വൺ എ ക്ലാസ് ഈസ് റിട്ടൺ, ഒരു ക്ലാസ് നമ്മൾ എഴുതി കഴിഞ്ഞു, അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഡീബഗ് ചെയ്യും. ഇഫ് നീഡഡ് ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ യൂസ് ഇൻ അതർ പ്രോഗ്രാംസ്. ആ ക്ലാസ്സിനെ നമുക്ക് വേണമെങ്കിൽ അടുത്ത വേറെ ഏതെങ്കിലും പ്രോഗ്രാമിലും യൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ക്ലാസ്സിനെ ഡിബഗ് ചെയ്ത് കഴിഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു വേണ്ടി ഉപയോഗിക്കാം. ആ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ഇൻ ഊപ്സ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൊവൈഡ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സ്റ്റൻഷൻ ടു ദ ഐഡിയ ഓഫ് റീയൂസബിലിറ്റി. ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിന്. ഡെറൈവിംഗ് എ ന്യൂ ക്ലാസ് ഫ്രം എക്സിസ്റ്റിംഗ് വൺ, ദ ന്യൂ ക്ലാസ് ഈസ് ഇൻഹെറിറ്റ് ദ capabilities of old one and can add features of its. അതെന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു നമ്മൾ പറഞ്ഞു പാരൻസിൽ നിന്നാണ്, ഗ്രാൻഡ് പാരൻസിൽ നിന്നാണ് പാരൻസിന് ആ ഒരു ഫീച്ചേഴ്സ് കിട്ടുന്നത്. ആ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യാം, കുറേ ഫീച്ചേഴ്സ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കുറേ ഫീച്ചേഴ്സ് അഡീഷണലി കിട്ടും. കംപ്ലീറ്റ്ലി അവരുടെ ഫീച്ചേഴ്സ് ആയിരിക്കില്ല നമുക്ക് വരുന്നത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് വീണ്ടും ഫീച്ചേഴ്സ് കൂടും. ദ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ നമ്മൾ എന്താ പറയുക, ബേസ് ക്ലാസ്. അതായത് ഗ്രാൻഡ് പാരൻറ്റിനെ നമുക്ക് എന്താ പറയാം, ബേസ് എന്ന് വിളിക്കാം, ബേസ് ക്ലാസ് എന്ന് വിളിക്കാം. എന്താ പുതിയ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്ലാസ്സിനെ നമ്മൾ എന്ത് വിളിക്കാം, ന്യൂ ക്ലാസ് എന്ന്, ക്ലാസ്സിനെയാണ് നമ്മൾ ഡെറൈവ്ഡ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. അതായത് പാരൻ്റ് എന്ന് പറയുന്നതിന് ഒരു ഡെറൈവ്ഡ് ക്ലാസ്സാണ്. പാരൻറ്റിൽ നിന്ന് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളും ഒരു ഡെറൈവ്ഡ് ക്ലാസ്സാണ്. അപ്പോൾ ആരാണ് പിന്നെ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്, നമ്മുടെ പാരൻസിനെയാണ് ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ എത്ര ക്ലാസ്സുകളെയും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് വരാം. ഇൻഹെറിറ്റൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ഫോംസിൽ.
ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇനി ഓരോന്നും ഇതെന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോകണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫീച്ചേഴ്സ് എല്ലാം ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഫീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യത്തേതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. വെൻ എ ക്ലാസ് ഈസ് ഡെറൈവ്ഡ് ഫ്രം ഓൺലി വൺ ബേസ് ക്ലാസ് ഇറ്റ് ഈസ് കോൾഡ് എ സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഒരു മെയിൻ ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് മാത്രം ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് ഗ്രാൻഡ് പാരൻസിൽ നിന്നും പാരൻസ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ കാർ എന്ന് പറയുന്ന ഡിവിഷനിൽ നിന്ന് തൊട്ടടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിലേക്ക് ഒന്ന് പോകാം. നമ്മൾ പറഞ്ഞ വെഹിക്കിൾസിൽ നിന്ന് ലാൻഡ് വെഹിക്കിൾസും വാട്ടർ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരൊറ്റ ഇൻഹെറിറ്റൻസ് മാത്രം വരിക. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, വെൻ എ ക്ലാസ് ഈസ് ഡെറൈവ്ഡ് ഫ്രം മോർ ദാൻ വൺ ബേസ് ക്ലാസ് ഇറ്റ് ഈസ് കോൾഡ് എ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അതായത് ഒരു ബേസ് ക്ലാസ് ഒന്നിലധികം ബേസ് ക്ലാസ്സിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്ന ക്ലാസ് ഇനിയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. വെൻ എ ക്ലാസ് ഈസ് ഡെറൈവ്ഡ് ഫ്രം മോർ ദാൻ വൺ ബേസ് ക്ലാസ്, ഒന്നിലധികം ബേസ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എ ആൻഡ് ബി എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ സിക്ക് ഒന്നിലധികം ബേസ് ക്ലാസ്സുകളുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. അതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, വെൻ മോർ ദാൻ വൺ ക്ലാസ് ആർ ഡെറൈവ്ഡ് ഫ്രം എ ബേസ് ക്ലാസ്. നമ്മൾ പറഞ്ഞ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് പാരന്റിൽ നിന്ന് പാരന്റിലേക്ക് വരുന്നത് ഒരൊറ്റ ഇൻഹെറിറ്റൻസ് മാത്രം അവിടെ നടക്കുന്നത്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ ക്ലാസ് ഡെറൈവ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലാൻഡ് വെഹിക്കിൾസും വാട്ടർ വെഹിക്കിൾസും എന്ന് പറയുന്ന മെയിൻ ഇതിൽ നിന്ന് രണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്ന് ഒന്നിലധികം ക്ലാസ്സുകളെ ഡെറൈവ് ചെയ്യുന്നതിനെയാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ആ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. എയിൽ നിന്ന് ബിയും ഉണ്ടാവുന്നുണ്ട്, സിയും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ക്ലാസ്സുകൾ ഡെറൈവ് ചെയ്യുന്നുണ്ട്, ബി ആൻഡ് സി. അടുത്തതായിട്ടുള്ളത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്നുള്ളതാണ്. ഇവിടെ ആ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ നമുക്ക് ആ ആൻസറിലേക്ക് എത്താം. വൺ ക്ലാസ്, അതായത് ബി എന്ന് പറയുന്ന ക്ലാസ് ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ ബേസ് ക്ലാസ്, എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അനദർ ക്ലാസ് സി ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ എബവ് എക്സിസ്റ്റിംഗ് ഡെറൈവ്ഡ് ക്ലാസ് ബി, ബിയിൽ നിന്നാണ് സി ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത്. ഹിയർ ബി ഈസ് ഡെറൈവ്ഡ് ക്ലാസ് ഓഫ് എ ആൻഡ് ബേസ് ക്ലാസ് ഓഫ് സി. അതായത് എയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത്, അപ്പോൾ ഗ്രാൻഡ് പാരൻറ്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് നമ്മളെ പാരൻറ്റിലേക്ക് വന്നു, പാരൻറ്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് അത് നമ്മളിലേക്ക് വരുന്നു. അങ്ങനെ നമുക്ക് നമ്മളിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം ആ ഒരു ഫീച്ചർ. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് ഡെറൈവ് ചെയ്തു, ആ ഡെറൈവ് ചെയ്ത ക്ലാസ്സിൽ നിന്ന് വീണ്ടും ഒരു ക്ലാസ് ഡെറൈവ് ചെയ്യുക. അപ്പോൾ ആ ഏറ്റവും ലാസ്റ്റ് സി എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ ബേസ് ക്ലാസ് ആണ് ബി എന്ന് പറയുന്നത്. പക്ഷേ ബി ഒരു എയുടെ ഡെറൈവ്ഡ് ക്ലാസ് കൂടിയാണ്. ഇതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഒരു ഇൻഹെറിറ്റൻസും കൂടിയുണ്ട്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അതാ പിക്ചറിലുണ്ട്, അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എന്നാലും നമുക്ക് ആ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. എന്തായിരുന്നു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്? മെയിൻ ഒരെണ്ണത്തിൽ നിന്ന് ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിലധികം ഡെറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസോ അതിൽ നിന്ന് വീണ്ടും അടുത്ത ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്ത് അങ്ങനെ വരുന്ന ഈ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ഫീച്ചേഴ്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് നോക്കുക. ഇത് നമുക്ക് ഇൻഹെറിറ്റൻസും ക്ലാസിൻ്റെ കൺസെപ്റ്റും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഒരു ക്ലാസ്സാണ് അവിടെ ആദ്യത്തെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ക്ലാസ് എന്നുള്ള കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി എഴുതിയ സർക്കിളിൻ്റെ അതേ ക്ലാസ് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൊട്ടക്റ്റഡ് ആയിട്ട് എഴുതിയതാണ്. ഫ്ലോട്ട് ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. പബ്ലിക്കിന് നമ്മൾ ഫ്ലോട്ടിൻ്റെ പ്രൊട്ടക്റ്റഡിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, മെമ്പർ ഫംഗ്ഷൻസിനും ആക്സസ് ചെയ്യാം, അതേപോലെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിനും ആക്സസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഫീച്ചേഴ്സാണ് ഇവിടെ പറയാൻ പോകുന്നത്. പ്രൊട്ടക്റ്റഡ് ആയിട്ട് പബ്ലിക്കായിട്ട് നമ്മൾ നേരത്തെ എഴുതിയ അതേ ഫംഗ്ഷൻസ് തന്നെ റേഡിയസും ഏരിയ ഡിസ്പ്ലേ ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്ലാസ് കോൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കാണിച്ചിരിക്കുന്നത് നോക്കുക, പബ്ലിക് സർക്കിൾ. അതായത് സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് കോൺ എന്ന് പറയുന്ന ക്ലാസ്. അപ്പോൾ ഈ കോൺ എന്ന ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, പബ്ലിക്കായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൈവറ്റ് എഴുതിയ ഡാറ്റയെ ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ? ഈ
കോൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള ഗെറ്റ് കോൺ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും എന്ത് എഴുതിയാൽ നോക്കുക, ഗെറ്റ് റേഡിയസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഗെറ്റ് റേഡിയസ് എവിടെയാണ് ഉള്ളത്? നമ്മുടെ മെയിൻ ഫംഗ്ഷനായിട്ടുള്ള ആ സർക്കിളിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ആക്സസ് ചെയ്ത് കോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ പോലെ ഫംഗ്ഷൻസ് അവിടെ എഴുതി, അവിടെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് ആക്സസ് ചെയ്തിട്ടുണ്ട്, കോണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതിയിട്ടുണ്ട് 3.14 ഇൻറ്റു ആർ ഇൻറ്റു എസ് പ്ലസ് ആർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കംപ്ലീറ്റഡ് ആയി. ഇനി നമ്മളെ മെയിൻ എന്ന ഫംഗ്ഷനിൽ നമ്മൾ കോൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. C1 എന്ന് പറയുന്നത് കോൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആരെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്? ഗെറ്റ് കോൺ ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് ആക്സസ് ചെയ്തിട്ടുള്ളത്. ആ ഒബ്ജക്റ്റിലേക്ക് ആക്സസ് ചെയ്തു അല്ലേ. ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗെറ്റ് റേഡിയസ് ഉണ്ട്. ഗെറ്റ് റേഡിയസ് എവിടെയാണുള്ളത്? നമ്മുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആ ഗെറ്റ് റേഡിയസ് വിളിച്ചാൽ മാത്രമേ എന്ത് ഉള്ളൂ? ആറിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രൊട്ടക്റ്റഡ് ആണ്. പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ക്ലാസ്സിലേക്കും ആക്സസ് ചെയ്യാം. ഇനി അത് അവിടെ കഴിഞ്ഞു. പിന്നെ ഡിസ്പ്ലേ കോൺ ഏരിയ എന്ന് പറയുന്നത് ആ ഡിസ്പ്ലേ കോൺ ഏരിയ വിളിച്ചു. അവിടെയാണ് നമ്മുടെ ഏരിയ കണ്ടുപിടിക്കുന്നത്, എന്നിട്ട് ഏരിയ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതൊരു നമ്മുടെ ആ ഇൻഹെറിറ്റഡ് കൺസെപ്റ്റും പ്രൊട്ടക്റ്റഡ് എന്ന കാര്യവും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നൊരു പ്രോഗ്രാമാണ്. അടുത്തതായിട്ട് പോളിമോർഫിസം ആ ഒരു വേർഡിനെ ഒന്ന് മുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. പോളി മീൻസ് മെനി, മോർഫ് മീൻ ഷേപ്പ്, പല ഷേപ്പുകളിൽ. സോ പോളിമോർഫിസം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് ഡിഫറെൻറ്റ് ഫോംസ്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. പോളിമോർഫിസം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് ഡിഫറെൻറ്റ് ഫോം. അതായത് ഒരു കാര്യം തന്നെ പല ഫോമിൽ മാറുക. അതായത് ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പോളിമോർഫിസം റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു പ്രോസസ് ഒബ്ജക്റ്റ് ഡിഫറെൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദിയർ ഡാറ്റ ടൈപ്പ് ആൻഡ് ക്ലാസ്. അതായത് നമുക്കൊരു ഏരിയ എന്ന് കാണാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതി, അതേപോലെ ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാനുണ്ടാവും, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാം നമുക്ക്, അതേപോലെ വേറെ എന്തെങ്കിലും ഒരു ഏരിയ കണ്ടുപിടിക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ കാണിച്ച പോലെ കോണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇങ്ങനെ നമുക്ക് ഏരിയ എന്ന് പറയുന്ന ഒരൊറ്റ ഫംഗ്ഷൻ എഴുതുക. അതുപയോഗിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓരോന്നിൻ്റെ അകത്തും അതിൻ്റെ അകത്ത് പാസ് ചെയ്യുന്ന നമ്മൾ ഫംഗ്ഷൻ പണ്ട് പഠിച്ചതാണ് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റേ പാസ് ചെയ്യുന്നുള്ളെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്കിത് കൊടുത്താൽ മതി πr² അല്ലേ. അപ്പോൾ r² എന്ന് കണ്ടുപിടിക്കാം. R എന്ന് മാത്രം കൊടുത്താൽ മതി, R എന്ന് മാത്രം മതി. പിന്നെ അതല്ല, അടുത്ത ഒരു ഇതിന് വേറെ എന്തെങ്കിലും ഒരു ഏരിയ കണ്ടുപിടിക്കാനാണെങ്കിൽ 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുക. അതല്ല 3 ആർഗ്യുമെൻറ്റ്സ് കാണിച്ചാൽ 3 ആർഗ്യുമെൻറ്റ് വേണ്ട ഒരു കാര്യങ്ങൾ ഒരു ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നെ അവിടെ എന്തായിട്ട് ആക്സസ് ചെയ്യുന്ന 3 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് 3 വ്യത്യാസപ്പെട്ട രീതി. എങ്ങനെയാണ് ആ ഒരു വ്യത്യാസമുള്ളത്? അതിൻ്റെ അകത്ത് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിനനുസരിച്ചാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോളിമോർഫിസത്തിന് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു കമ്പയർ ചെയ്ത് മറ്റൊരു കാര്യം കൂടെ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഫ്ലാസ്ക്. ആ ഒരു ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചൂടുവെള്ളം നിലനിൽക്കും, ചൂട് തന്നെ നിലനിർത്തുക. അപ്പോൾ അതല്ല കോൾഡ് വാട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ കോൾഡായിട്ട് തന്നെ നിലനിർത്തുക. ഇങ്ങനെ ഒരു ഫ്ലാസ്കിൻ്റെ ഫീച്ചേഴ്സ്, അത് ഏതാണോ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുക മാത്രം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഒരു സാധനം തന്നെ പല രൂപത്തിലേക്ക് ആക്ട് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരേ സൗണ്ട്. ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് പോളിമോർഫിസം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു പിക്ചർ കൊടുത്ത് നോക്കുക. ഒരു സ്പീക്ക് ചെയ്യുന്നതാണ് പല രീതിയിൽ. അപ്പോൾ ഒരു കാര്യം തന്നെ ഇപ്പോൾ പല രാജ്യക്കാർ ഒരേ കാര്യം തന്നെ സംസാരിക്കുന്ന പല മോഡലിലായിരിക്കും അല്ലേ. ഒരു കാര്യം ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിലൊരു ഗുഡ് മോർണിംഗ്, നമസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ മലയാളത്തിൽ നമുക്ക് പറയാം. അതുപോലെ വേറൊരു ലാംഗ്വേജിൽ വേറൊരു രീതിയിലായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഒരു കാര്യം പല രീതിയിൽ മാറ്റിയെടുക്കാം, പക്ഷേ പല ഷേപ്പിൽ മീൻ ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. പോളിമോർഫിസം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് ഡിഫറെൻറ്റ് ഫോംസ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിമോർഫിസം ഉണ്ട്. അതായത് മെയിൻലി 2 ടൈപ്പാണുള്ളത്. ഒന്ന് കമ്പൈൽ ടൈം പോളിമോർഫിസം, മറ്റൊന്ന് റൺ ടൈം പോളിമോർഫിസം. ഇമ്പോർട്ടൻ്റ് ആണ് കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. മെയിൻലി 2 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. റൺ ടൈം പോളിമോർഫിസും കമ്പൈൽ ടൈം പോളിമോർഫിസും. ഏർലി ബൈൻഡിങ് എന്നും ലേറ്റ് ബൈൻഡിങ് എന്നും അതിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. പോളിമോർഫിസത്തെ 2 ആയി തരംതിരിച്ചു. അതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം നമുക്ക്. കമ്പൈൽ ടൈം പോളിമോർഫിസം. Compile time polymorphism refers to the ability of the compiler to relate or bind a function call with the function definition during compilation itself. കമ്പൈൽ ടൈം പോളിമോർഫിസം
It refers to the ability of the compiler to relate or bind function call with function definition during compilation itself. At the time of compilation സമയത്ത് നടത്തുന്ന ഈ ബൈൻഡിങ്ങിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അത് രണ്ടെണ്ണമാണുള്ളത്. അപ്പോൾ ഇതിനെ ഏർലി ബൈൻഡിങ് എന്നും കൂടെ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിനെ വിളിക്കും. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫംഗ്ഷൻ ഓവർലോഡിങ്, മറ്റൊന്ന് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റാണ് ഉള്ളത്. ആ ഒരു കാര്യം നോക്കാം. ഫംഗ്ഷൻ ഓവർലോഡിങ്. അപ്പോൾ ഞാൻ നേരത്തെ പോളിമോർഫിസത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ പല രീതിയിൽ നമുക്ക് ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. ഏരിയ കാണുമ്പോൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സും ഒന്നും പാസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ആർഗ്യുമെൻറ്റ് മാത്രം പാസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് രണ്ട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത്, ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ആ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം അതിൻ്റെ അകത്ത് എഴുതുന്ന വാല്യൂസിനെയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ മൂന്ന് രീതിയിലൊക്കെ നമുക്ക് ഒരേ ഫംഗ്ഷൻ, ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫംഗ്ഷൻസ് വിത്ത് ദ സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ക്യാൻ ആക്ട് ആസ് ഡിഫറെൻ്റ്ലി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ ഓവർലോഡിങ്. അതായത് ഫംഗ്ഷൻ തന്നെ പല രീതിയിൽ ഓവർലോഡ് ചെയ്ത് പല രീതിയിൽ ഉപയോഗിക്കുക. അതിനെയാണ് ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മറ്റൊരു കാര്യം കൂടിയാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. അതായത് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൻ്റെ അകത്തുള്ള മറ്റൊരു കാര്യമാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഓപ്പറേറ്റർ തന്നെ പല രീതിയിൽ ഉപയോഗിക്കുക. ഓപ്പറേറ്റർ ഓവർലോഡിങ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഗിവിങ് ന്യൂ മീനിങ് ടു എ എക്സിസ്റ്റിംഗ് C++ പ്രോഗ്രാം. അതായത് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമുക്കറിയാം എന്തിനാണ്, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് C++ലും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ C++ൽ പ്ലസിനെ മറ്റൊരു കാര്യത്തിനും കൂടെ നമുക്ക് ഉപയോഗിക്കാം. രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓപ്പറേറ്റർ തന്നെ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. അത് ആ പോളിമോർഫിസം എന്നുള്ള കൺസെപ്റ്റിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് റൺ ടൈം പോളിമോർഫിസം. റൺ ടൈം പോളിമോർഫിസം refers to the binding of a function definition with the function called during run time. At the time of run ടൈമിൽ ഈ പറഞ്ഞിട്ടുള്ള ബൈൻഡിങ് നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. ലേറ്റ് ബൈൻഡിങ് എന്നൊരു പേരും കൂടി ഈ റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നുണ്ട്. ഇറ്റ് യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് പോയിൻറ്റേഴ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ്. പോയിൻറ്റേഴ്സിൻ്റെയും ഇൻഹെറിറ്റൻസുമാണ് ഇതിന് മെയിനായിട്ടുള്ള രണ്ട് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് ഏരിയ. ഏരിയൻ്റെ അകത്ത് ഒരു S എന്ന് പറയുന്ന ഒരൊറ്റ ആർഗ്യുമെൻറ്റേ ഉള്ളൂ. അത് എൻ്റെ അകത്ത് നോക്കുക, റിട്ടേൺ S ഇൻറ്റു S. എസ്സിനെ മൾട്ടിപ്ലൈ ചെയ്തുള്ള ഒരു പ്രോഗ്രാമാണ്, അല്ലൊരു ഫംഗ്ഷനാണത് അല്ലേ. അതിന് തൊട്ട് താഴെ വീണ്ടും ഏരിയ എന്നുള്ള അതേ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫംഗ്ഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ, പേരിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത് S1 S2 രണ്ടെണ്ണം പാസ് ചെയ്തിട്ടുണ്ട് അല്ലേ, രണ്ട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു ഫംഗ്ഷനെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. റിട്ടേൺ S1 ഇൻറ്റു S ആണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അവിടെ ചെയ്തിരിക്കുന്നത്, S1നെയും S2നെയും കൂടി. അതാണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് താഴെ വീണ്ടും ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതി. നമുക്കിത് പോളിമോർഫിസം കൺസെപ്റ്റിനെ പറയാൻ പറ്റുന്ന, അതായത് ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ ഇപ്പോൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഏരിയ എന്ന് പറയുന്നത് ഒരേ കാര്യം തന്നെ ഉപയോഗിച്ചു ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് തന്നെ. എന്നിട്ട് രണ്ടിലും ആർഗ്യുമെൻറ്റ് ഡിഫറെൻ്റ് ആയി കൊടുത്തു. ഏരിയ ഓഫ് സ്ക്വയർ കാണുകയാണെങ്കിൽ എന്ത് മതി, 5 എന്നുള്ള ഒരൊറ്റ വാല്യൂ മാറും. അപ്പോൾ ഏത് ഏരിയ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, ഏറ്റവും ഫസ്റ്റിൽ എഴുതിയിട്ടുള്ള S എന്നുള്ളതിലേക്കാണ് ഈ 5 എന്ന വാല്യൂ പോവുക. രണ്ടാമത്തേലേക്ക് പോവുമോ, ഇല്ല. കാരണം എന്താ, അവിടെ രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇവിടെ പക്ഷേ നമ്മളിവിടെ ഒറ്റ ആർഗ്യുമെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തേത് വർക്ക് ചെയ്യും. ഇനി രണ്ടാമത്തെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, അതിലെന്താ ഉള്ളത്, രണ്ട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഫംഗ്ഷൻ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുക, രണ്ടാമത്തെ ഏരിയ ആയിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് പോളിമോർഫിസത്തിലെ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്ന ആ ഒരു പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെ കാണിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് മെയിൻലി നമ്മുടെ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ബേസിക് കൺസെപ്റ്റ്സ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഒബ്ജക്റ്റ്, രണ്ട് ക്ലാസ്, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, പോളിമോർഫിസം ആൻഡ് ഇൻഹെറിറ്റൻസ്. ഇത്രയുമാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഊപ്സിൻ്റെ കൺസെപ്റ്റുകൾ. ഓരോന്നും റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു നമ്മൾ, ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് എന്ന് പറയുന്നു. ക്ലാസ് ഇസ് എ ബ്ലൂ പ്രിൻറ്റ് അല്ലേ, ബ്ലൂ പ്രിൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പിന്നെ പറഞ്ഞിട്ടുള്ള ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആയിരുന്നു. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ ഈ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം നമുക്ക് തരിക. അത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ കാര്യങ്ങളെ ഒന്നും തന്നെ എല്ലാം തന്നെ ഹൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ
അതാണ് മെയിൻലി ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞത് ഇറ്റ് ബൈൻഡ് ദ ഡാറ്റ ആൻഡ് ഫങ്ഷൻ ടുഗദർ ആൻഡ് കീപ് ദം സേഫ്. അതായത് രണ്ട് ഫങ്ഷൻസിനെ, ഡാറ്റയെയും ഫങ്ഷനെയും കൂടി ബൈൻഡ് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു സെക്യൂരിറ്റിയാണ് നമ്മളിത് പറയുന്നത് ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മോഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ മോഡ്യൂളുകളായിട്ട് ലാർജ് പ്രോഗ്രാമിനെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ മോഡ്യൂളുകളാക്കുന്നു. ആ മോഡ്യൂളുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ശേഷം അതെന്ത് ചെയ്യും, അവസാനം ഒരു ഇംപ്ലിമെൻറ്റേഷൻ സോഫ്റ്റ്വെയറിലേക്ക് നടത്തുന്നു. അതാണ് മോഡുലാരിറ്റി എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ടൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കണം. പിന്നീട് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് വരിക. ആ ബേസ് ക്ലാസ്സിൽ നിന്ന് ഡെറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരുന്നത്. ആ ഡെറൈവ്ഡ് ക്ലാസ് വീണ്ടും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട് എന്ന് പഠിച്ചു നമ്മൾ. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് പോളിമോർഫിസം. ഒരേ സാധനം തന്നെ പല രീതിയിൽ മാറുക എന്നുള്ളതാണ്. അതിൽ പോളിമോർഫിസം എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാവിങ് മെനി ഫോംസ് എന്നുള്ളതാണ് പോളിമോർഫിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് OOPS എന്ന് പറയുന്നത്. താങ്ക് യു.